2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. സോഷ്യൽ മീഡിയയിലെ ഒറ്റ റീല് കൊണ്ട് അണികളെ ആവേശം കൊള്ളിക്കാനും അതേ ആവേശം വോട്ടാക്കാനും കഴിയുന്ന യൂത്ത് കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരുടെ ബിഗ് ബ്രദർ ഇപ്പോൾ അതേ സോഷ്യൽ മീഡിയയുടെ ചവിട്ട് കൊണ്ട് പുകഞ്ഞു പോകുന്ന സമയത്ത് കഥ തീരില്ല. പരാതികൾ അവസാനിക്കുന്നില്ല. ഇനിയും എത്ര ഫോൺ സംഭാഷണങ്ങൾ, ഭീഷണിയുടെയും സമ്മർദ്ദത്തിന്റെയും പച്ചയായ തെളിവുകൾ ഇനിയും എത്ര പുറത്തു വരാനിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചതുകൊണ്ട് ഇതെല്ലാം അവസാനിക്കുമോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ തുടക്കത്തിൽ തന്നെ ഒതുക്കുകയും മുക്കിക്കളയുകയും ചെയ്ത കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർക്ക് ഇത്രകാലം നടത്തിയ ഈ സംരക്ഷണത്തിന്റെ പേരിൽ തലയിൽ മുണ്ടിട്ട് നടക്കാൻ തോന്നുന്നില്ലേ? ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഇതല്ല മര്യാദയെന്നും ജനപ്രതിനിധി ജനങ്ങളെ കെയർ ചെയ്യുകയാണ് ജനാധിപത്യമെന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ തോന്നാതിരുന്ന പാർട്ടി നേതൃത്വത്തിന് ഇപ്പോൾ ഒരല്പമെങ്കിലും ലജ്ജ തോന്നുന്നില്ലേ? ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന കുറ്റം പോലും തലയ്ക്ക് മുകളിൽ വാളായി തൂങ്ങുമ്പോൾ പാർട്ടിയുടെ നന്മയ്ക്കായി രാജിവെക്കുന്നു എന്ന് പറയുന്ന രാഹുലിനെ തള്ളിപ്പറയാൻ മടിക്കുന്ന മുതിർന്ന നേതാക്കന്മാരും എങ്ങനെയാണ് രാഷ്ട്രീയ ധാർമ്മികത എന്ന വാക്ക് ഇനി ഉച്ചരിക്കുക? പരാതി ഉന്നയിക്കുന്ന സ്ത്രീകളെ കടിച്ചു കീറാൻ നടക്കുന്ന സൈബർ കൂട്ടങ്ങൾക്ക് വെള്ളവും വളവും ഇട്ടുകൊടുക്കുന്ന നിശബ്ദത എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയിലെ വനിതാ നേതാക്കന്മാർക്ക് സ്വീകരിക്കാൻ കഴിയുക? ഈ ഗതികെട്ട രാജിയിൽ തീരുമോ നാണക്കേട്?